السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ സമയങ്ങളും സന്ദർഭങ്ങളുമെല്ലാം അല്ലാഹുവിന് പൊരുത്തമുള്ള കാര്യങ്ങളിലേക്ക് വിനിയോഗിച്ചുകൊണ്ട് അവന്റെ തൃപ്തി നേടിയെടുക്കാൻ ഭാഗ്യം ലഭിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ നന്മയുൾക്കൊള്ളുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ, അവരിൽ നിരന്തരം ഉണ്ടായിരിക്കേണ്ടുന്ന ഒരുപാട് സൽഗുണങ്ങൾ ഇസ്ലാം വളരെ ഗൗരവപൂർവം പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വിശ്വാസികളുടെ മുഖമുദ്രയായി ഉണ്ടായിരിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഗുണമാണ് സത്യസന്ധത എന്ന് പറയുന്നത്. സിദ്ഖ് എന്ന് അറബിയിൽ പറയുന്ന സത്യസന്ധൻ എന്നുള്ളതിന് സ്വാദിഖ് എന്ന് പ്രയോഗിക്കുന്ന ആ മഹത്തായ സൽഗുണം വിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് പറയുന്നത്, വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. വകൂനൂ മഅ സ്വാദിഖീന, നിങ്ങൾ എപ്പോഴും സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം. സത്യസന്ധമായ ഒരു ജീവിതം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഉള്ളത്. സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സത്യസന്ധത കാത്തുസൂക്ഷിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, അല്ലാഹു അവർക്കൊക്കെ വമ്പിച്ച അതുപോലെ തന്നെ മഗ്ഫിറത്തുമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്നിങ്ങനെ തുടങ്ങുന്ന സൂറത്തുൽ അഹ്സാബിൽ വന്നിട്ടുള്ള ആ വചനത്തിൽ മുസ്ലിമീങ്ങളായ, വിശ്വാസികളായ, വിശ്വാസിനികളായ, മുസ്ലിമത്തുകളായ ഓരോ സ്ത്രീ പുരുഷനിലും ഉണ്ടായിരിക്കേണ്ടുന്ന ഒരുപാട് സൽഗുണങ്ങൾ പറയുമ്പോൾ
ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് വസ്വാദിഖീന വസ്വാദിഖാത്ത്, സത്യം പറയുന്ന പുരുഷന്മാർ, സത്യം പറയുന്ന സ്ത്രീകൾ. ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും സത്യസന്ധത നിലനിർത്തിപ്പോരുന്ന സ്ത്രീ പുരുഷന്മാർ. ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവസാനം അല്ലാഹു പറയുന്നത് അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറ, അല്ലാഹു അവർക്ക് പാപമോചനം ഒരുക്കി വെച്ചിരിക്കുന്നു. വഅജ്റൻ അളീമാ, മഹത്തായ പ്രതിഫലവും ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ പഠിപ്പിക്കുന്നു. ലോകത്ത് സത്യത്തിന്റെ പ്രകാശം പരത്തുവാൻ വേണ്ടി നിയുക്തരായ മഹാന്മാരായ പ്രവാചകന്മാര് മുഴുവനും സ്വാദിഖീങ്ങളായിരുന്നു, മുഴുവനും സത്യസന്ധന്മാരായിരുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത മഹാന്മാരായ നേതാക്കളായിരുന്നു പുണ്യപ്രവാചകന്മാര് മുഴുവനും. ആ രൂപത്തിൽ തന്നെ ജീവിച്ച ഒരുപാട് ആളുകൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സത്യത്തിന് വിലയില്ലാത്തൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോ സത്യസന്ധന്മാര് കള്ളന്മാരായി മുദ്രകുത്തപ്പെടുകയും കള്ളം പറയുന്നവരും കള്ളം പ്രചരിപ്പിക്കുന്നവരും ഒക്കെ സത്യസന്ധരായി വാഴ്ത്തപ്പെടുകയും ചെയ്യുക എന്നത് അന്ത്യനാളിന്റെ ലക്ഷണമായി കണക്കാക്കണം എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബഹളമയമായ ജീവിതത്തിന്റെ ഇടയ്ക്ക് ജീവിച്ച് തീരുന്ന നമ്മുടെ ജീവിതം സൂക്ഷ്മതയോടുകൂടി പരമാവധി സത്യസന്ധമാക്കി തീർക്കുവാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടൽ അനിവാര്യമാണ്. ഭർത്താവിനോട് കള്ളം പറയുന്ന ഭാര്യമാർ, ഭാര്യയോട് കളവ് പറയുന്ന ഭർത്താക്കന്മാർ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി നുണ പറയുന്ന മക്കൾ, മക്കളോട് നേരിട്ട് നുണ പറഞ്ഞ് ശീലിപ്പിക്കുന്ന മാതാപിതാക്കൾ, ജീവിതത്തിന്റെ വൈവിധ്യമാർന്ന മേഖലകളിൽ ഇടപെടുന്ന ഇടപാടുകാരോട് മുഴുവനും കളവും ചതിയും വഞ്ചനയും അതുപോലെ തന്നെ കള്ളസത്യങ്ങളുമൊക്കെ നടമാടുന്ന ബിസിനസ് രംഗം, അതുപോലെ തന്നെ വാ തുറന്നാൽ മുഴുവൻ കളവ് മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ സത്യത്തിന് വിലയില്ലാതാവുകയും അസത്യത്തിന്റെ ആളുകൾക്ക് വലിയ പ്രചാരവും വലിയ മേന്മയും ഒക്കെ വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന ആ ഒരവസ്ഥ ഇന്ന് മതരംഗത്തും ബാധിച്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനങ്ങളുടെ വെളിച്ചത്തിൽ സത്യസന്ധമായി ദീന് പറയുന്ന ആളുകൾ മുഴുവനും കുഴപ്പക്കാരും കള്ളന്മാരുമായി ചിത്രീകരിക്കപ്പെടുകയും അതേ അവസരത്തിൽ ദീനിന്റെ പ്രമാണങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ദീനിന്റെ പ്രമാണങ്ങൾ പറയുന്ന ആദർശങ്ങൾ എന്താണെങ്കിൽ അതിന് നേർവിപരീതം പ്രചരിപ്പിക്കാൻ വേണ്ടി ആ പ്രമാണങ്ങൾ വളച്ചൊടിക്കുന്ന നേതാക്കന്മാരും ആളുകളുമൊക്കെ രാജ്യത്ത് വലിയ ആദരണീയരായി വാഴ്ത്തപ്പെടുകയും ചെയ്യുന്ന വിരോധാഭാസം ലോകത്തിന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യനാളിന്റെ ലക്ഷണം സദഖ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെത്ര സത്യമാണ്. നമ്മൾ മനസ്സിലാക്കുക, ഇതിനിടയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, നമുക്കെന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആളുകൾ ലോകത്ത് നുണ പറയുന്ന ആളുകളുടെ എണ്ണം കൂടുമ്പോ എനിക്കെന്ത് ചെയ്യാൻ കഴിയും, നമുക്കെന്ത് ചെയ്യാൻ കഴിയും, ഓരോരുത്തർക്കും അതാണ് ചിന്തിക്കേണ്ടത്. എനിക്ക് എന്റെ ജീവിതം സത്യസന്ധമാക്കാൻ ശ്രമിച്ചുകൂടെ? നമ്മിൽ ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ നുണ വന്നു പോകാതെ, കളവ് വന്നു പോകാതെ, വഞ്ചനയില്ലാതെ, ചതിയില്ലാതെ ആ നിലക്കുള്ള ജീവിതത്തെ ഒന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വിശ്വാസികളെ, നിങ്ങളെപ്പോഴും സൂക്ഷ്മതയോടുകൂടെ ജീവിക്കണേ, നിങ്ങളെപ്പോഴും സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണേ. വിശുദ്ധ ഖുർആൻ പറയുന്നു, സത്യം പറയുമ്പോ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. സത്യസന്ധമായ ജീവിതം നയിക്കുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സത്യം പറയുന്ന മേഖലയിൽ അനുഭവിക്കേണ്ടി വരും എന്നതാണ് സത്യത്തിന്റെ പ്രബോധകന്മാരുടെ മുഴുവൻ ചരിത്രവും നമ്മുടെ മുമ്പിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഏറ്റവും ഗൗരവത്തോടുകൂടി നമ്മൾ നമ്മിലുണ്ടോ എന്ന് ഗൗരവപൂർവം ആലോചിക്കേണ്ടുന്ന ദുർഗുണമാണ് കള്ളം പറയുക എന്ന സ്വഭാവം. കളവ് ഏത് വിഷയത്തിൽ പറയുന്നു എന്നതിനനുസരിച്ചിരിക്കും
അതിന്റെ ഗൗരവത്തിന്റെ അധികവും കമ്മിയും ഒക്കെ വരൽ. ഏതർത്ഥത്തിലും കളവ് വലിയ പാപമാണ്, വലിയ പാപമാണ്. അതേ അവസരത്തിൽ അത് ഏത് വിഷയത്തിൽ പറയുന്നു എന്നതിനനുസരിച്ച് ഗൗരവം കൂടുകയാണ്. ഏറ്റവും വലിയ കളവ് അള്ളാന്റെ പേരിൽ കള്ളം പറയലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയലാണ്. വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ കള്ളം പറയുന്ന കക്ഷികൾ ലാ യുഫ്ലിഹൂൻ, അവര് വിജയം വരിക്കുന്നതല്ല. അതേ അവസരത്തിൽ നമുക്ക് തോന്നിപ്പോകും, അങ്ങനെ കള്ളം പറഞ്ഞിട്ടും ഒരു കുഴപ്പവുമില്ലാതെ ദുന്യാവിൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ നുണയന്മാർക്കും. ഉടനെ അല്ലാഹു തആല പറയുന്നു, ആ സംശയം നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോ തന്നെ അല്ലാഹു അതിനുള്ള മറുപടി കൂടി തുടർന്നു കൊണ്ട് പറയുന്നു, മതാഉൻ ഖലീൽ, വളരെ തുച്ഛമായ ചില സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ കിട്ടിയേക്കും, അത് ദുനിയാവാണ്. പക്ഷേ വലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത്. അള്ളാന്റെ പേരിൽ കള്ളം പറയുക എന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്തത് പറയുന്നത് അള്ളാന്റെ പേരിൽ കള്ളം പറയലാണ്. അതിന്റെ ഗൗരവം നമ്മൾ പലതവണ പല ഘട്ടങ്ങളിലൂടെ വിശദീകരിച്ചു പോയതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾക്ക് ഇല്ലാത്ത അർത്ഥങ്ങൾ നൽകിക്കൊണ്ട് സ്റ്റേജുകളിലൂടെ പേജുകളിലൂടെ അള്ളാന്റെ കലാമിനെ അട്ടിമറിച്ചുകൊണ്ട് തൗഹീദിന്റെ ആയത്തുകളെ പോലും ശിർക്കിന് വേണ്ടി ദുർവ്യാഖ്യാനിച്ച് ദീനിന്റെ പേരിൽ കളവ് പറയുന്ന ആ പ്രവണത അള്ളാന്റെ അടുക്കൽ വമ്പിച്ച കുറ്റമാണ്. അത് വലിയ തെറ്റായ സംഗതിയാണ്. നാളെ പരലോകത്ത് വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി വജൂഹുഹും മുസ്വദ്ദ അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. അല്ലാഹു പറയുന്നു, വയൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ഖിയാമത്ത് നാളിൽ, തറല്ലദീന കദബു അലല്ലാഹി, അള്ളാന്റെ പേരിൽ നുണ പറഞ്ഞവരെ നിനക്ക് കാണാം നബിയേ. വുജൂഹുഹും മുസ്വദ്ദ, അവരുടെ മുഖങ്ങളൊക്കെ വല്ലാതെ കറുത്തിരുണ്ടുപോയി. ആ നിലക്ക് മുഖത്ത് തന്നെ അതിന്റെ അടയാളം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ഭീകരമായ രൂപത്തിൽ വളരെ വൈരൂപ്യമുള്ള ഒരവസ്ഥയിലാണ് പരലോക കോടതിയിലേക്ക് അവർ ഹാജരാക്കപ്പെടുന്നത് പോലും. അലൈസ ഫീ ജഹന്നമ മസ്വൽ ലിൽ മുതകബ്ബിരീൻ. ഈ നിലക്ക് അള്ളാന്റെ പേരിൽ ഒരു മടിയും കൂടാതെ കള്ളം പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന കിബറന്മാർക്ക് ചെന്ന് കിടക്കാനുള്ള സങ്കേതം നരകമല്ലയോ? അതുപോലെ അവർക്ക് എന്ന് ഖുർആൻ വളരെ ഗൗരവത്തോടെ ചോദിക്കുന്നു. അപ്പൊ ഇസ്ലാമിന്റെ ഒരു കാര്യം പറയുമ്പോ അള്ളാന്റെ ദീനിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അള്ളാന്റെ ദീന് പറയുമ്പോ വളരെ സൂക്ഷ്മത വേണ്ടതുണ്ട്. ഇല്ലാത്തത് പറഞ്ഞാൽ അത് അള്ളാന്റെ പേരിൽ കള്ളം പറയലാണ്. അതുപോലെ തന്നെ ഗുരുതരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ആരുടെ പേരിലും കളവ് പറയുന്നത് പോലെയല്ല എന്റെ പേരിൽ കള്ളം പറയൽ. അതുകൊണ്ട് മൻ ഖാല അലയ്യ മാ ലം അഖുൽ, ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് ഞാൻ പറഞ്ഞു എന്നാരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ അവന്റെ ഇരിപ്പിടം അവൻ എത്രയും വേഗം സ്ഥിരപ്പെടുത്തിക്കൊള്ളട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്ന് നബി തങ്ങൾ പറഞ്ഞു എന്ന് പറയുന്നത് വളരെ ഗൗരവമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറയുമ്പോ അത് അള്ളാന്റെ വഹി കിട്ടാതെ ദീനിന്റെ കാര്യത്തിൽ അവിടുന്ന് സംസാരിക്കാറില്ലല്ലോ. അപ്പൊ നബി തങ്ങളുടെ പേരിൽ കള്ളം പറയുന്നത് അള്ളാന്റെ പേരിൽ കള്ളം പറയലാണ്. അതുകൊണ്ടത് രണ്ടും വളരെ ഗുരുതരമായ സംഗതിയാകുന്നു. യാതൊരു മടിയും കൂടാതെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എത്ര കള്ളക്കഥകളും കെട്ടുകഥകളും ഒക്കെയാണ് ഈ റബീഉൽ അവ്വൽ മാസത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്യാൻ എന്ന വ്യാജേന എത്ര കളവുകളാണ് അവിടുന്ന് പറയാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര സദസ്സുകളാണ് അത്തരം കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ മുമ്പൊരിക്കൽ വിശദീകരിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഇനി ഗുരുതരമായ സംഗതിയാണ്, ജനങ്ങൾക്കിടയിൽ നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ ഓരോ സംഗതികളിൽ ഇടപെടുന്ന നേരത്ത് കളവ് പറയാതെ വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടതുണ്ട്.
മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നസ്സിദ്ഖ യഹ്ദീ ഇലൽ ബിർരി, സത്യസന്ധത ഒരാളിൽ ഉണ്ടെങ്കിൽ അതവനെ നയിക്കുന്നത് പുണ്യത്തിലേക്കാണ്. ഇന്നൽ ബിർറ, പുണ്യം ഒരാളിൽ നിറഞ്ഞു നിന്നാൽ, നന്മ ഒരാളിൽ നിറഞ്ഞു നിന്നാലോ, യഹ്ദീ ഇലൽ ജന്നതി, അത് സ്വർഗത്തിലേക്കാണ് നയിക്കുന്നത്. ഒരു മനുഷ്യൻ സത്യം പറഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോ ജീവിതത്തിൽ അവൻ പരമാവധി സത്യസന്ധത പുലർത്തിക്കൊണ്ട് ജീവിക്കുമ്പോ ഹത്താ യുക്തബ ഇൻദല്ലാഹി സിദ്ദീഖാ, അള്ളാന്റെ അടുക്കൽ അവൻ സിദ്ദീഖീങ്ങളുടെ ആ മർത്തബയിലേക്ക് ഉയരുന്നു. അള്ളാന്റെ അടുക്കൽ അവൻ സിദ്ദീഖായി കൊണ്ട് എഴുതപ്പെടുന്നു. ജീവിതത്തിൽ അത് സൂക്ഷിച്ച് സത്യം 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 എന്ന നിലക്ക് സത്യത്തിന്റെ പാതയിൽ തന്നെ മുന്നോട്ട് പോയാൽ അള്ളാന്റെ അടുക്കൽ അവൻ സിദ്ദീഖായി എഴുതപ്പെടുന്നു. അതേ അവസരത്തിൽ വഇന്നൽ കദിബ, നുണ പറഞ്ഞാലോ അത് നിസ്സാരമായി നാം നമ്മുടെ ജീവിതത്തിൽ കാണുകയാണ്. നുണ പറയാനൊരു മനസ്സാക്ഷി കുത്തുമില്ലാത്ത ആളുകളുടെ എണ്ണം പെരുകി വരികയാണ്. അങ്ങനെ നുണ പറയുന്ന ആളുകളുടെ എണ്ണം കൂടുകയും സത്യസന്ധന്മാരുടെ എണ്ണം കുറയുകയും ചെയ്യുമ്പോ ഒരാളെ കുറ്റപ്പെടുത്തുന്നതിന് പകരം നാം ഓരോരുത്തരും നമ്മെ കുറിച്ച് ആലോചിക്കണം. അല്ലാഹുവേ, എന്റെ സ്ഥിതി നിനക്കാണല്ലോ അറിയുക. എന്റെ ജീവിതത്തിന്റെ എല്ലാ രഹസ്യ പരസ്യങ്ങളും നീ അറിയുന്നവനാണല്ലോ. അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കാഞ്ഞാൽ, കളവ് ജീവിതത്തിൽ ഇങ്ങനെ അടിക്കടി പറയുമ്പോ ആദ്യമൊക്കെ നുണ പറയുമ്പോ ഒരു മനസാക്ഷിക്കുത്ത്, പിന്നെ ആ മനസാക്ഷിക്കുത്തില്ലാതെ നുണ പറയുന്ന ഒരവസ്ഥയിലേക്ക് തന്നെ തരം താഴുമ്പോ വാ പൊളിച്ചാൽ പിന്നെ അതേ നാവിൽ വരൂ എന്നിടത്തേക്ക് കൽബങ്ങ് മാറി മറിയുമ്പോ ഈമാനിന്റെ സ്ഥാനത്ത് നിഫാഖാണ് കൂടുകെട്ടി കയറുന്നത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിഖിന്റെ ലക്ഷണം പ്രകടമായി കാണാവുന്നത് 3 എണ്ണമുണ്ട്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചോ അവൻ നുണയാണ് പറയുക. സംസാരിച്ചാൽ കളവ് പറയുന്ന പ്രകൃതമാണ് മുനാഫിഖിന്റേത്. ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ തരം താഴ്ന്നാൽ വഇന്നൽ കദിബ, തീർച്ചയായും കളവ് പറയുന്ന സ്വഭാവമുണ്ടെങ്കിൽ യഹ്ദീ, അത് മനുഷ്യനെ വഴി കാണിക്കുന്നത് ഇലൽ ഫുജൂർ, തെമ്മാടിത്തത്തിലേക്കാണ്. നുണ പറഞ്ഞ് ശീലിച്ചാൽ പിന്നെ ജീവിതത്തിൽ ഏത് തെമ്മാടിത്തത്തിലേക്കും പിന്നെ അവന് പ്രയാസമുണ്ടാകില്ല. അങ്ങനെ അങ്ങനെ ആദ്യമൊക്കെ ഒരു മനസ്സാക്ഷിക്കുത്തുണ്ടായിട്ട് പിന്നെ ആ നുണയിലൂടെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് സത്യം പറയാൻ തോന്നില്ല. പിന്നെ നുണയിലൂടെയാണ് കാര്യമെന്ന് ഇബ്ലീസ് അങ്ങനെ ദുർബോധനം കൊടുക്കുമ്പോ കൂടുതൽ കൂടുതൽ അവൻ ഫാജിറായി പോകുന്നു, തോന്നിവാസിയായി പോകുന്നു. അങ്ങനെ വഇന്നൽ ഫുജൂറ, ആ തോന്നിവാസത്തിലേക്ക് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അത് യഹ്ദീ ഇലന്നാർ, നരകത്തിലേക്ക് മാത്രമേ വഴി കാണിക്കുകയുള്ളൂ. അപ്പൊ നരകത്തിലാണ് എത്തിച്ചേരുന്നത്. സ്വാദിഖ് സ്വർഗത്തിലെത്തുമ്പോ കാദിബും ഫാജിറുമായവൻ നരകത്തിലെത്തുന്നു. അങ്ങനെ വഇന്നർ റജുൽ, ഒരാള് കളവ് പറഞ്ഞങ്ങനെ ശീലിച്ച് ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബാ, അല്ലാഹുവിന്റെ അടുക്കൽ അവൻ പെരും നുണയൻ എന്ന ലിസ്റ്റിൽ എഴുതി ചേർക്കപ്പെടുന്നു. ഏറ്റവും വലിയ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ അവൻ ആയി മാറുന്നു. ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കുന്നവർക്കും കള്ളം പറയുന്നവർക്കുമൊക്കെ വളരെ ഗുരുതരമായ ശിക്ഷ പരലോകത്തുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഒരു പ്രത്യേകമായ രംഗം അവിടുന്ന് കണ്ടിട്ടുള്ള ചില പ്രത്യേകമായ സ്വപ്നത്തെ സംബന്ധിച്ച് സ്വഹാബിമാർക്ക് വിവരം കൊടുക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട സ്വപ്നത്തിന്റെ സുദീർഘമായ വിവരണത്തിന്റെ മധ്യേ അവിടുന്ന് പഠിപ്പിച്ചു തരുന്നു, ഞാൻ എന്റെ സ്വപ്നത്തിൽ ഒരു കാഴ്ച കണ്ടു. അതെന്താ കാഴ്ച? ഒരാള്, ആ വ്യക്തിയുണ്ട്, അയാളുടെ കയ്യിലതാ ഇരുമ്പിന്റെ ചവണയുണ്ട്. എന്നിട്ടോ അയാളതാ കല്ലൂബ് കൊണ്ട്, അതല്ലെങ്കിൽ ആ കയ്യിലുള്ള ചവണ കൊണ്ട് തന്റെ തന്നെ വായയുടെ ഒരു ഭാഗത്ത് നിന്ന് ചെവിയുടെ ഭാഗം വരെ, പിരടിയുടെ ഭാഗം വരെ, അതുപോലെ തന്നെ കണ്ണ്, ആ ഭാഗം മുതൽ ഈ ഭാഗം വരെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ ഞാൻ ചോദിച്ചു മലക്കിനോട്, എന്താണ് ആ മനുഷ്യൻ ചെയ്തിട്ടുള്ള തിന്മ? ഇയാളെന്തേ ഇങ്ങനെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? കീറി മുറിക്കുകയാണ് വായയും അതുപോലെ തന്നെ മൂക്കും കണ്ണുമൊക്കെ. കീറി മുറിച്ച് ഒരു ഭാഗത്തേക്ക് മുറിവെത്തുമ്പോഴേക്ക് മറ്റേ കണ്ണ് കുത്തിപ്പിളർക്കാൻ ഈ കത്രിക എടുക്കുമ്പോഴേക്ക് മറുഭാഗത്തുള്ള മുറിവ് കൂടുന്നു. പിന്നെയും ഇയാൾ ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന കാഴ്ച കണ്ടപ്പോ
നബി തങ്ങൾ ചോദിച്ചല്ലോ, എന്താണ് ഈ മനുഷ്യൻ ചെയ്ത ശിക്ഷ? സഹീഹായ ഹദീസിൽ കാണാം, ഇയാൾ കളവ് പറയുന്ന പ്രകൃതക്കാരനാണ്. നുണ ഇങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ച് അത് ലോകം മുഴുവൻ ഈ നുണയെത്തിക്കുന്ന സമ്പ്രദായമാണ് ആ മനുഷ്യനുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വിവരം കിട്ടുകയും അവിടുന്ന് നമ്മളോട് ഗൗരവത്തോടുകൂടെ പഠിപ്പിക്കുകയും ചെയ്തു. നാം ചിന്തിക്കുക, നാം മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രമുണ്ട്. നുണ പറഞ്ഞാൽ ഒരുപക്ഷെ താൽക്കാലികമായി ജീവിതത്തിൽ പല സൗകര്യങ്ങളും കിട്ടിയേക്കും. അതേ അവസരത്തിൽ സത്യം പറഞ്ഞാലോ ജീവിതത്തിന്റെ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടായേക്കും. ഉറപ്പാണ്. സത്യം പറയുമ്പോൾ എപ്പോഴും പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. വിശുദ്ധ ഖുർആൻ ഒരു 3 ആളുകളെ പറ്റി പറയുന്നുണ്ട്. ആ 3 ആളുകളെ പറ്റി പറഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച ആയത്തല്ല പറയുന്നത്. ഓ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. നിങ്ങളെപ്പോഴും സത്യം പറയുന്നവരായിരിക്കണം, സത്യസന്ധന്മാരുടെ കൂടെ ആയിരിക്കണേ. ആരെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് നമ്മളൊന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കണം. 3 സഹാബിമാരെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. പേരെടുത്ത് പറഞ്ഞതല്ല, സൂചിപ്പിച്ച് പറഞ്ഞതാണ്. സത്യം പറഞ്ഞതിന്റെ പേരിൽ വളരെയേറെ മാനസികമായ പ്രയാസം അനുഭവിച്ച 3 സഹാബികൾ. എത്രത്തോളം നമുക്കാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്തത്ര ഗൗരവത്തോടുകൂടിയുള്ള പ്രയാസങ്ങളും മാനസികമായ പ്രയാസങ്ങളും എല്ലാ നിലക്കും അനുഭവിക്കേണ്ടി വന്നു സത്യം പറഞ്ഞതിന്റെ പേരിൽ. പക്ഷേ ആ മഹാന്മാർ എന്നിട്ടും പതറിയില്ല. സത്യം പറഞ്ഞതിന്റെ പേരിൽ അവർക്ക് അവസാനം അവരെ പ്രശംസിച്ചുകൊണ്ട് അള്ളാഹു ആയത്തിറക്കി. ഇന്നും ലോക മുസ്ലിമീങ്ങൾ ഖുർആൻ ഓതുമ്പോ ഈ 3 സഹാബിമാരെ ഓർക്കുകയാണ്. അവരുടെ മഹത്വം ഓർമ്മ വരികയാണ്. എന്താണ് അവരുടെ മഹത്വം? പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ സത്യം പറയണല്ലോ, ഒരിക്കലും കളവ് പറഞ്ഞുകൂടല്ലോ എന്ന് അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് സത്യം പറഞ്ഞതിന്റെ പേരിൽ ഏറെ പ്രയാസം സഹിച്ചിട്ടും ആ 3 ആളുകളെ പറ്റി അള്ളാഹ് പറയുന്നത് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം എന്നാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ പ്രയാസമുണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് നുണ പറയാൻ നമ്മെ പ്രേരിപ്പിക്കാറുള്ളത് എന്താണ്? നമുക്കതുകൊണ്ട് ചില പ്രയാസങ്ങളുണ്ട്, നമുക്ക് ചില താൽക്കാലികമായ പ്രയാസങ്ങളുണ്ട്. ആ പ്രയാസങ്ങൾ ഓർക്കുമ്പോഴല്ലേ നുണ പറയാൻ തോന്നൽ. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, പ്രതിസന്ധി ഘട്ടത്തിൽ പോലും നീ സത്യസന്ധമായി കൊണ്ട് പിടിച്ചു നിന്നാൽ അള്ളാന്റെ ഭാഗത്ത് നിന്ന് നിനക്ക് സഹായമുണ്ടാകുന്നതാണ്. നോക്കൂ നിങ്ങൾ, ഏതാണ് ആ 3 ആളുകൾ? നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിന്റെ സന്ദർഭം. ഒരു വലിയ ചരിത്ര സംഭവമാണത്. സഹീഹുൽ ബുഖാരി പോലെയുള്ള ധാരാളം സഹീഹിന്റെ ഗ്രന്ഥങ്ങളിൽ സുദീർഘമായി ആ 3 മഹാന്മാരുടെ ചരിത്രം പറഞ്ഞിരിക്കുന്നു. ഒന്ന് മഹാനായ കഅബ് റളിയല്ലാഹു തആല അൻഹുവാണ്, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവാണ്. മറ്റൊന്ന് ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹുവാണ്. അതേപോലെ തന്നെ 3ാമത്തെ വ്യക്തി മുറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവാണ്. ഈ 3 ആളെ സംബന്ധിച്ചാണ് ഖുർആൻ പറയുന്നത് വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ ഈ 3 ആളുകളെ കുറിച്ച് സൂചനയുണ്ട്. വഅലസ്സലാസത്തില്ലദീന ഖുല്ലിഫൂ എന്ന് പറഞ്ഞ ഈ സലാസത്ത് ആരൊക്കെയാണ്? ഒന്ന് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവാണ്, മറ്റൊന്ന് ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹുവാണ്, മറ്റൊന്ന് മുറാറത്ത് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവാണ്. 3 ആളും സത്യം പറഞ്ഞതിന്റെ പേരിൽ ലോകത്ത് പ്രയാസം അനുഭവിച്ചവരാണ്. എന്താ സന്ദർഭം? എന്താണ് ഇതിന്റെ സാഹചര്യം? നമുക്കതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്ക് ആ മഹാന്മാരുടെ ചരിത്രത്തിൽ ഒരുപാട് പഠിക്കാനുണ്ട്. എന്തൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താ സന്ദർഭം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി സഹാബിമാരോട് ആഹ്വാനം നടത്തി. എല്ലാവരും പുറപ്പെടണം യുദ്ധത്തിന് എന്ന് പറഞ്ഞു. തബൂക്ക് യുദ്ധം നടക്കുന്ന കാലമോർക്കണം, കഠിനമായ ചൂടാണ്. കാർഷിക വിളകളൊക്കെ പൂത്തുലഞ്ഞു നിൽക്കുന്ന നേരമാണ്. ഒരുവിധം ഈമാനില്ലാത്തവർക്കൊന്നും പോകാൻ തോന്നാത്ത കാലം. ചൂട് സഹിക്കില്ല, എങ്ങനെ പോകും യുദ്ധത്തിന്? മാത്രമല്ല ഇവിടെ വിളകളൊക്കെ വിളഞ്ഞു തൂങ്ങിയിരിക്കുന്നു, കൃഷി കൊയ്തെടുക്കേണ്ട നേരം, അതിട്ടെറിഞ്ഞെങ്ങനെ പോകും? അങ്ങനെ അല്പമെങ്കിലും മനസ്സിൽ ആ നിലക്ക് വിശ്വാസം അറിഞ്ഞിട്ടില്ലാത്ത ഏതാളുകൾക്കും പോകാതിരിക്കാൻ തോന്നുന്ന നേരത്താണ് തബൂക്ക് യുദ്ധത്തിന് എല്ലാവരും പുറപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്നത്. ആ ആഹ്വാനം കേട്ട് എല്ലാവരും പോയി, എല്ലാവരും യുദ്ധത്തിന് പോയി. കഅബ് റളിയല്ലാഹു തആല അൻഹു പോയില്ല. കഅബ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയില്ല. അദ്ദേഹം പറയുന്നു,
ഒരു കാരണവും എനിക്കില്ല യുദ്ധത്തിന് പോകാതിരിക്കാൻ. എന്റെ കയ്യിൽ വാഹനമുണ്ട്, ശാരീരികമായിട്ട് ആരോഗ്യമുണ്ട്, എനിക്കൊരു തടസ്സവുമില്ല. പക്ഷേ കഅബ് റളിയല്ലാഹു അൻഹുവിന് എന്താ പറ്റിയത്? പോകാം, എന്റെ കയ്യിൽ 2 വാഹനമുണ്ടല്ലോ, ആരോഗ്യമുണ്ടല്ലോ. അവരൊക്കെ പോയാലും ഞാൻ എന്റെ സ്പീഡുള്ള വാഹനത്തിൽ ഉടനെ പുറപ്പെട്ടവരുടെ കൂടെ എത്താമല്ലോ, ആവാമല്ലോ, പിന്നെ ആവാമല്ലോ, പിന്നെ ആവാമല്ലോ എന്നിങ്ങനെ നീട്ടിയിടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ മനസ്സിൽ നിഫാഖ് ഒരിക്കലുമില്ല, കാപട്യം ഒരിക്കലുമില്ല. മഹാനായ സഹാബിയാണ് ആ കഅബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ യുദ്ധത്തിന് എല്ലാവരും പോയി, തബൂക്ക് യുദ്ധത്തിന് പോയി, എല്ലാവരും പോയി. ഈ സഹാബി പോയില്ല. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി നോക്കുമ്പോ അദ്ദേഹത്തിന് വലിയ സങ്കടമായി. എല്ലാവരും പോയല്ലോ, തനിക്കാണെങ്കിൽ ഇനി പോകാൻ കഴിയാത്തൊരു ഘട്ടവുമായി എല്ലാവരും അവിടെ എത്തിപ്പോയി. എന്താ പ്രശ്നം? മദീനയിലാകെ നോക്കുമ്പോ മദീനയിൽ ആരേ ബാക്കിയുള്ളൂ? കഅബുണ്ട്, അതുപോലെ തന്നെ വേറെ 1-2 സഹാബിമാര് വേറെയുമുണ്ട്. പിന്നെയുള്ളവരൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ നാവിലൂടെ മുനാഫിക്കുകളെന്ന് മുദ്ര കുത്തപ്പെട്ട ചില ആളുകളാണ്. അതുപോലെ തന്നെ യുദ്ധത്തിന് പോകാൻ കഴിയാത്ത ചില പ്രായം ചെന്നവരാണ്. അതുപോലെ തന്നെ ചില ദുർബലരായ സ്ത്രീകളാണ്, കുട്ടികളാണ്. ഇവരെ അല്ലാതെ ആരെയും കാണുന്നില്ല. എന്റെ സ്ഥിതി എന്തായി പോയി? ഞാൻ ചെയ്തത് വല്ലാത്തൊരു മോശമായല്ലോ എന്ന് കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറ് തുടങ്ങി. പക്ഷെ ഇനി എന്ത് ചെയ്യാനാ? ഇനി പോയാൽ എത്തൂല. അവിടെയാണെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയിരിക്കുന്നു, സഹാബത്തും എത്തിയിരിക്കുന്നു. യുദ്ധമൊന്നും നടന്നില്ല. 10-20 ദിവസം അവിടെ തങ്ങി, ശത്രുക്കൾ വന്നില്ല, അവർ മടങ്ങി വരികയാണ്. ഈ ഘട്ടത്തിൽ കഅബ് റളിയല്ലാഹു ചുരുക്കി പറയട്ടെ, കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വല്ലാത്ത ആധിയായി. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവിടുത്തേക്കൊരു പതിവുണ്ട്, നേരെ പള്ളിയിൽ വന്നിട്ടിരിക്കും. പള്ളിയിൽ വന്നിരിക്കുമ്പോ യുദ്ധത്തിന് പോകാത്ത ആളുകളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നിട്ട് കാരണങ്ങൾ ബോധിപ്പിക്കും. അങ്ങനെ ഒരു പതിവുണ്ട്. അങ്ങനെ ആ പതിവ് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് നബിയും സഹാബിമാരും വന്നു. ആ തബൂക്കിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും വന്നു. നബി തങ്ങൾ പതിവ് പോലെ മദീനത്തെ പള്ളിയിൽ കയറിയിരുന്നു, നിസ്കാരം നിർവഹിച്ചു. അപ്പോഴേ കഥാ മുനാഫിഖീങ്ങളുടെ ഒരു പട തന്നെ വരുന്നു. എന്താ അവരുടെ പരിപാടി? അവരിങ്ങനെ തന്നെയാണ്, യുദ്ധത്തിന് പോകാൻ പറഞ്ഞ കൂട്ടാക്കൂല, ഓരോ കാരണങ്ങൾ നുണ പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഓരോരുത്തരിങ്ങനെ വരുന്നു. ഓരോരുത്തർ വന്നിട്ട് നബിയെ, ഞാൻ വരാൻ ഇന്ന കാരണത്താലാണ്, വീട്ടിലാളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് പ്രയാസമായിരുന്നു, അതൊക്കെ കളവാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? ഓരോരുത്തരും പറഞ്ഞത് അവര് പറഞ്ഞ വാക്കല്ലേ സ്വീകരിക്കാൻ കഴിയൂ. അവരുടെ ഹൃദയം അല്ലാഹുവിന്റെ റസൂലിന് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ പറഞ്ഞിട്ടുള്ള കാരണങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നു. ആകട്ടെ, പൊയ്ക്കോളൂ എന്നും പറഞ്ഞു ഓരോരുത്തർ ഇങ്ങനെ ഓരോ കാരണം പറഞ്ഞ് ഇങ്ങനെ കഴിച്ചിലാവാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന്. നബി തങ്ങൾ ഓരോരുത്തരുടെ കാരണങ്ങൾ കേൾക്കുന്നു. ശരി, നിങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് വിടുന്നു, അള്ളാഹ്ക്കറിയാം, നിങ്ങൾ പറഞ്ഞതല്ലേ എനിക്ക് വിശ്വസിക്കാൻ കഴിയൂ എന്ന നിലക്ക് ഓരോരുത്തരും വന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോരുത്തരെയും പിരിച്ചു വിടുകയാണ്, ഓരോരുത്തർ ഇങ്ങനെ പോവുകയാണ്. ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ആ ഘട്ടത്തിലൊക്കെ എന്റെ മനസ്സിങ്ങനെ പതറുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ തബൂക്കിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കേട്ടപ്പോഴേക്ക് എനിക്ക് പേടി തോന്നിയിട്ടുണ്ട്. ഞാൻ എന്ത് പറയണം നബി തങ്ങളോട്? എന്ത് കാരണമാണ് ഞാൻ പറയുക? ഞാൻ എന്ത് കാരണമാണ് എന്റെ നേതാവിനോട് പറയുക? അങ്ങനെ ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പലതും ചിന്തിച്ചു. ഞാൻ എന്റെ പല കൂട്ടുകാരോടും കുടുംബങ്ങളിലെ പല മെമ്പർമാരോടും പലതും അന്വേഷിച്ചു. ആ നിലക്ക് ഇങ്ങനെ മനസ്സിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. എന്താ തീരുമാനം? നബി തങ്ങളോട് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറയണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് വന്നപ്പോ അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിലേക്ക് ചെന്നപ്പോഴോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ഞാൻ സലാം പറഞ്ഞു, സലാം മടക്കി. പിന്നെ എന്റെ മുഖത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോ നബി എവിടുന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. പക്ഷേ സാധാരണ ചിരിയല്ല നേതാവ് ചിരിക്കുന്നത്, തബസ്സുമൽ മുഗ്ദബി, കോപം വന്നയാളുടെ ചിരിയാണ്. എന്നെ കണ്ടപ്പോ വെറുപ്പ് പിടിച്ച മുഖത്തോടെ ഒരു പുഞ്ചിരിയാണ് എന്നോട് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു, താൽ വരൂ കഅബേ. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ഭവ്യതയോട് കൂടെ പോയിരുന്നു. അവിടുന്ന് എന്നോട് ചോദിച്ചു, മാ ഖല്ലഫക, എന്തേ യുദ്ധത്തിന് വരാഞ്ഞത്?
എന്തേ തബൂക്കിലേക്ക് പുറപ്പെടാഞ്ഞത്? അദ്ദേഹം പറയുകയാണ്, അവസരത്തിൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ആശയ സംഘട്ടനം നടക്കുകയാണ്. പലരും പല കാരണങ്ങളും പറഞ്ഞപ്പോ നബി അവരെയൊക്കെ വിട്ടിട്ടുണ്ട്. ഞാനും അള്ളാന്റെ റസൂലിനോടങ്ങ് പറഞ്ഞാലോ, എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് അക്കാരണം കൊണ്ടാ ഞാൻ വരാഞ്ഞതെന്ന് പറഞ്ഞാലോ എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവസാനം മഹാനവറുകൾ പറയുകയാണ്, ഓ നബിയേ, എനിക്ക് നല്ല വാക്ചാതുരിയുണ്ട്, ആരുടെ മുമ്പിലും എന്തും പറഞ്ഞ് രക്ഷപ്പെടാൻ എനിക്ക് കഴിവുണ്ട്. പക്ഷേ ഞാനിതാ ഇന്നത്തെ ദിവസം അങ്ങയോട് സത്യം തന്നെ പറയാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ സത്യം? എന്താ സത്യം? വല്ലാഹി മാ കാന ലീ മിൻ ഉദ്രിൻ, എനിക്കൊരു കാരണവുമില്ല നബിയെ യുദ്ധത്തിന് വരാതിരിക്കാൻ. എനിക്ക് ആരോഗ്യമുണ്ടായിരുന്നു, പതിവിന് വിപരീതമായി എനിക്ക് 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും എനിക്കുണ്ടായിട്ടും ഞാൻ വരാതിരുന്നതാണ്. എന്റെ അടുക്കൽ തെറ്റാണ് സംഭവിച്ചത് നബിയേ, സത്യമാണ്. എനിക്ക് ഒരു കാരണവും ഉണ്ടായിട്ടല്ല ഞാൻ വരാതിരുന്നത്. എല്ലാവരും വന്ന് ഓരോ കാരണം പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു പോകുമ്പോഴാണെന്ന് ഓർക്കണം. ഓരോരുത്തരും വന്ന് ഓരോ നുണയും ഒഴിവ് കഴിവും ഒക്കെ പറഞ്ഞിട്ട് നബിതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോകുമ്പോഴാണ് കഅബ റളിയല്ലാഹു അൻഹു ഇതൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം അതാ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും നേതാവിന്റെ മുഖത്ത് നോക്കിയിട്ട് നുണ പറയാൻ എനിക്ക് കഴിയില്ല, വരുന്നതെന്തും വരട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പറയാണ്, ഒരു കാരണവും എനിക്ക് അങ്ങയോട് പറയാനില്ല. ഞാൻ യുദ്ധത്തിന് വരാതിരുന്നത് എന്റെ ഒരു കാരണവും എനിക്കില്ല നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അമ്മാ ഹാദാ ഫഖദ് സദഖ, ഇയാൾ സത്യം പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഫഖും, എഴുന്നേറ്റ് പോകൂ, ഹത്താ യഖ്ലി അല്ലാഹു ഫീക, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു വിധിക്കട്ടെ. നിങ്ങളുടെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ കാര്യത്തിൽ അല്ലാഹു വിധിക്കട്ടെ, നിങ്ങൾ മാറിപ്പോയിക്കോളൂ. നിങ്ങൾ നോക്കൂ, ഇതും പറഞ്ഞ് കഅബ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോരുമ്പോ കുടുംബത്തിലെ ആളുകളൊക്കെ പിന്നാലെ കൂടിയിട്ട് പറയാണ്, നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറഞ്ഞൂടായിരുന്നോ? നിങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഒഴികഴിവ് പറഞ്ഞൂടായിരുന്നോ? എന്തിനാ നിങ്ങളിപ്പോ റസൂലുള്ളാഹിയുടെ വെറുപ്പും പറ്റിയിട്ട് പോകുന്നത്? എന്തിനാ നിങ്ങളിപ്പോ ഈ ഒരവസ്ഥയിൽ ഇങ്ങനെ തിരിച്ചു പോകുന്നത്? അങ്ങനെ കഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ആളുകൾ ഇങ്ങനെ പലതും പറയുമ്പോ നമുക്കൊക്കെ തോന്നില്ലേ, എന്നാ അങ്ങനെ ആയാലെന്താന്ന്? കഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഹത്താ അറത്തു അൻ അർജിഅ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞാനൊന്നുകൂടി മടങ്ങി ചെന്നാലോ, എന്നിട്ട് ഫൗകദിബ നഫ്സി, ഞാൻ നേരത്തെ പറഞ്ഞൊരു നുണയായിരുന്നു നബിയെ, എനിക്ക് ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്തെങ്കിലും ഒരു കാരണം ഞാൻ പോയി പറഞ്ഞാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. പക്ഷെ അപ്പോഴേക്ക് അല്ലാഹുവിന്റെ കാവല്, അപ്പോഴേക്ക് അല്ലാഹുവിന്റെ കാവലെന്ത്? അരുത്, നുണ പറയേണ്ട, ഒരിക്കലും വേണ്ട, ഇനി തിരിച്ചു പോയിട്ട് നുണ പറയരുത്, സത്യത്തിൽ ഉറച്ചു നിന്നോളം. സഹോദരന്മാരെ, എന്തിനാ നമ്മൾ ഇതൊക്കെ പറയുന്നത്? ഓരോന്നും നമ്മുടെ ജീവിതവുമായി നിങ്ങൾ തട്ടിച്ചു നോക്കണം, ഞാനും നിങ്ങളുമൊക്കെ. അതാ അവിടെ വെച്ച് ആ അവസരത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ് കുടുംബങ്ങളോട്, എനിക്ക് കളവ് പറയാനാവില്ല, എനിക്ക് കളവ് പറയാനാവില്ല, മറ്റാരെങ്കിലും ഇതുപോലെ എന്റെ സ്ഥിതിയിലുള്ളവരുണ്ടോ? അദ്ദേഹം ചോദിച്ചപ്പോഴാണ് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങളെപ്പോലെ മറ്റു 2 ആളുകൾക്കും ഇതേ സംഭവമുണ്ട്, അവരും മുനാഫിക്കീങ്ങളല്ല, കാരണമില്ലാതെ അവരും പോകാതിരുന്ന 2 ആളുകൾ വേറെയുമുണ്ട്. നിങ്ങളെപ്പോലെ സത്യം പറഞ്ഞിട്ട് അള്ളാന്റെ റസൂല് ഒഴിവാക്കിയ വേറെയും 2 ആളുണ്ട്. അതാരാണെന്ന് കഅബ റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോ മറ്റുള്ളവര് പറഞ്ഞു കൊടുത്തു, ഒന്ന് മുറാറത്ത് റളിയല്ലാഹു അൻഹുവാണ്, മറ്റൊന്ന് ഹിലാൽ ഇബ്നു ഉമയ്യത്ത് റളിയല്ലാഹു അൻഹുവാണ്. നോക്കൂ നിങ്ങൾ, ഇനിയാണ് സംഭവം, ഇനിയാണ് സത്യം പറഞ്ഞതിന്റെ പേരിലുള്ള മാനസിക പ്രയാസത്തിന്റെ കടുപ്പം. അവിടെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. 3 ആളുകളുടെ കാര്യത്തിൽ അവര് സത്യം പറഞ്ഞു, അവർക്കൊക്കെ കളവ് പറഞ്ഞ് രക്ഷപ്പെടാമായിരുന്നു. ആരും ചോദിക്കൂല, ആരും അറിയൂല. അള്ളാഹനെ മാത്രം ഭയപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ ഒരു നുണയങ്ങ് പറഞ്ഞാൽ ഒരു പ്രശ്നവും വരാനില്ല, ഒരു ബുദ്ധിമുട്ടും വരാനില്ല എന്ന നിലക്കല്ലേ ആളുകളൊക്കെ പറഞ്ഞു നുണ പറഞ്ഞു പോരുന്നത്. ഈ സഹാബിമാർക്ക് അതിന് കഴിയുന്നില്ല, അവര് സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ അള്ളാന്റെ തീരുമാനം എന്താണ് അവരിലെന്നോ, വനഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ കലാമിനാ, ഞങ്ങളോട് ബഹിഷ്കരണമാണ് അള്ളാന്റെ തീരുമാനം.
എന്താ മദീനത്തെ ഓർഡർ എന്നറിയോ? ഈ 3 ആളുകളോട് മിണ്ടാൻ പാടില്ല. ഈ 3 സഹാബിമാരോട് ഇനി മിണ്ടാൻ പാടില്ല ആരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓർഡറാണ്. മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓർഡറാണ്. ഈ 3 ആളോട് മിണ്ടിപ്പോകരുത് ആരും. അങ്ങനെ ജനങ്ങളൊക്കെ ഞങ്ങളെ അകറ്റി. എത്രത്തോളം കഅബ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് ഈ ഭൂമി തന്നെ, ഞങ്ങൾക്ക് ഈ ഭൂമി തന്നെ വളരെ ഇടുങ്ങിയതായി തോന്നി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു നാട്ടിൽ മുഴുവൻ ആളുകളും ഒരാളെ കണ്ടാ മുണ്ടൂല, അയാള് സലാം പറഞ്ഞാ മടക്കൂല, അയാളെ മൈൻഡ് ചെയ്യൂല, അയാളെ യാതൊരു നിലക്കും പരിഗണിക്കില്ല. അങ്ങനെ ഒരാൾക്ക് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയും? നമ്മളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ ഘട്ടമാണ് കഅബ റളിയല്ലാഹു അൻഹുവിനുള്ളത്. അങ്ങനെ അദ്ദേഹം പറയാണ്, എന്നാൽ എന്റെ 2 കൂട്ടുകാരി അവര് വീട്ടിൽ തന്നെ ഈ റിപ്പോർട്ട് കേട്ടത് മുതൽ കരഞ്ഞുകൊണ്ടിരിപ്പായി. അവര് കരച്ചില് തന്നെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും ആ സഹാബിമാർക്ക് കഴിയുന്നില്ല. അതേ അവസരത്തിൽ കൂട്ടത്തിൽ ഇത്തിരി യുവാവ് ഞാനാണ്, കൂട്ടത്തിൽ ഇത്തിരി ആരോഗ്യമുള്ളവനും ഞാനാണ്. ഞാനാവട്ടെ, ഞാൻ എന്റെ ധൈര്യം സംഭരിച്ചിട്ട് പലപ്പോഴും മദീനത്തേക്ക് പുറത്തിറങ്ങി നടക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പള്ളിയിൽ ജമാഅത്തിനും പോകും. കഅബ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ ജമാഅത്തിന് ചെല്ലുമ്പോഴത്തെ സ്ഥിതി എന്താ? അവിടുന്ന് അങ്ങാടിയിൽ വെച്ച് ആരോടെങ്കിലും സലാം പറഞ്ഞാൽ സലാം അടക്കുന്നില്ല, മുഖത്തേക്ക് വരും നോക്കുന്നില്ല. പള്ളിയിലെത്തിയാലോ നിസ്കാരം നടക്കുന്നു, ആ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നു, ആരും എന്നോട് മിണ്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ സലാം പറയുമ്പോ, ആ എന്റെ മനസ്സിൽ ഞാൻ ചോദിക്കും, ഹൽ ഹർറക ശഫതൈഹി ബിറദ്ദിസ്സലാം, മഹാനായ നബി തങ്ങളുടെ ചുണ്ട് അനങ്ങിയോ ഇല്ലേ എന്ന് എനിക്ക് സംശയം. കാരുണ്യത്തിന്റെ പ്രവാചകൻ, സലാം പറഞ്ഞാൽ മടക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മടക്കിയോ ഇല്ലേ എന്ന് എനിക്ക് സംശയം. സലാം പറഞ്ഞിട്ട് മടക്കുന്നില്ല, മടക്കിയോ ഇല്ലേ എന്ന് എനിക്ക് സംശയം. ഞാൻ എന്നിട്ട് എന്തു ചെയ്യും? അവിടെ നിന്ന് നിസ്കരിക്കും, തിരിച്ചു പോരും. അങ്ങനെ വിശദമായി അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ആരും അദ്ദേഹത്തെ മദീനയിൽ പരിഗണിക്കുന്നില്ല, ആരും അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. അവസാനം അദ്ദേഹം നാട്ടിലിറങ്ങിയാൽ ആരും മിണ്ടില്ല. അങ്ങനെ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ഒരു കുടുംബത്തിലെ ഒരു മെമ്പറുണ്ട്, അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഒരുങ്ങിയപ്പോ വാതില് കൊട്ടിയടച്ചു പോയി. വീട്ടിലേക്ക് കയറാനും കഴിയുന്നില്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടയാളോടൊന്ന് സങ്കടം പറഞ്ഞു നോക്കാൻ പോകാൻ ഒരുങ്ങുമ്പോ അതിലടക്കപ്പെട്ട സ്ഥിതിയാണ് കാണുന്നത്. അങ്ങനെ വിഷമം സഹിക്കവയ്യാതെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഞാൻ മതിൽ ചാടി കടന്നു ചെന്നിട്ട് ഫസല്ലംതു അലൈഹി, ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. ഫവല്ലാഹി മാ റദ്ദ അലയ്യസ്സലാം, അല്ലാഹു തന്നെയാണ് സത്യം, അബൂ ഖത്താദയും എന്റെ സലാം മടക്കിയില്ല. ഞാനപ്പോ ചോദിച്ചു, അബൂ ഖത്താദത്തെ അള്ളാനെ സാക്ഷി നിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കറിയില്ലേ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാനെയും അള്ളാന്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്നയാളാണെന്ന് നിങ്ങൾക്കറിയില്ലേ? അബൂ ഖത്താദ മിണ്ടുന്നില്ല. ഇദ്ദേഹം രണ്ടാമതും ചോദിച്ചു, പറയൂ അബൂ ഖത്താദ, ഞാൻ അള്ളാനെ ഇഷ്ടപ്പെടുന്നു, റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? മിണ്ടുന്നില്ല. മൂന്നാമത്തെ ചോദ്യവും ചോദിച്ചപ്പോ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹ്ക്കറിയാം, റസൂലിനും അറിയാം. വേറൊന്നും മിണ്ടിയില്ല. കഅബ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഫാലത്ത് ഐനായ, ഞാൻ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നെ മതിൽ ചാടി തിരിച്ചു പോന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യന്റെ അവസ്ഥ. സത്യം പറഞ്ഞതിന്റെ പേരിലാണെന്ന് ഓർക്കണം. ഒരു നാട് മുഴുവൻ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഈമാനുള്ള മുഴുവൻ മനുഷ്യന്മാരും ബഹിഷ്കരണത്തിലാണ്. പള്ളിയിൽ ചെന്നാൽ, നിസ്കാരത്തിന് ചെന്നാൽ പോലും ഒരാൾ മിണ്ടുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ശരിക്കൊന്ന് മുഖത്ത് നോക്കുന്നില്ല. സലാം പറഞ്ഞാൽ മടക്കുന്നില്ല. അള്ളാന്റെ തീരുമാനമാണ് കേട്ടോ. അള്ളാന്റെ വഹി അനുസരിച്ചാ നബി തങ്ങൾ ഈ ബഹിഷ്കരണം പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ എല്ലാവരും നമ്മളെ വെറുത്ത ഒരു സ്ഥിതിയിൽ, എല്ലാവരും നമ്മെ അട്ടിയോടിച്ച ഒരു സ്ഥിതിയിൽ, എല്ലാവരും നമ്മോട് അവഗണന കാണിക്കുന്ന ഒരു നേരത്ത് ഒരാള് വന്ന് നമ്മെ അങ്ങ് വിളിച്ചാലോ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? അങ്ങനെയുണ്ടല്ലോ നമുക്കൊരു സ്വഭാവം. നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിൽ ഒരു കൂട്ടം ഇസ്ലാമിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ
അതിൽ ചില പ്രശ്നങ്ങളും ആരോടൊക്കെയെങ്കിലും വല്ല വ്യക്തിവൈരാഗ്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ട് താൻ അവഗണിക്കപ്പെട്ടു എന്ന നിലയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോ ശത്രുക്കൾ അത് മുതലെടുക്കാറില്ലേ? നിങ്ങൾ അവരവഗണിച്ചെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, ഞങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തോളാന്ന് പറയാറില്ലേ? ഈ കുതന്ത്രത്തിൽ വീണുപോകാത്തവരാരാ ഉള്ളത്? ഈ ഒരു വലിയ പരീക്ഷണത്തിന് കൂടി കഅബ് റളിയല്ലാഹുവിന് വിധേയനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു രാജ്യത്ത് ആരും മിണ്ടില്ല. എത്ര ദിവസം എന്നറിയോ? 1, 2, 10, 20, 30 ദിവസമല്ല, ഇപ്പോഴേക്ക് 40 ദിവസമായിരിക്കുന്നു. 40 ദിവസം പിന്നിട്ടിരിക്കുന്നു. മദീനയിൽ ഒരു കുട്ടി മിണ്ടുന്നില്ല. ആർക്കും വേണ്ട കഅബിനെ. കഅബ് റളിയല്ലാഹുവിന് ഒരാൾക്കും വേണ്ട. ആ സ്ഥിതിയിൽ കഅബ് റളിയല്ലാഹു പറയാണ്, ഞാൻ മദീനയുടെ ചന്തയിലൂടെ ആരും എന്നെ മൈൻഡ് ചെയ്യാതെ, ഞാൻ ആരോടും എന്തെങ്കിലും ചോദിച്ചാൽ എന്നോട് ആരും മിണ്ടില്ല, തിരിഞ്ഞു പോകും. അങ്ങനെ ഞാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് നടക്കുമ്പോ അതാ ഒരു സിറിയക്കാരൻ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നു. അയാൾ ഭക്ഷണം വിതരണത്തിന് വേണ്ടി, ഭക്ഷണം വിൽക്കാൻ വേണ്ടി മദീനത്ത് വന്ന കച്ചവടക്കാരനാണ്. അയാൾ ഇങ്ങനെ വിളിച്ചു ചോദിക്കുന്നുണ്ട്, മൻ യദുല്ലു അലാ കഅബ് ബിൻ മാലിക്, കഅബിനെ കണ്ടവരുണ്ടോ? കഅബിനെ അറിയുന്നവരാരെങ്കിലും ഉണ്ടോ? ആരാ ചോദിക്കുന്നത്? സിറിയയിൽ നിന്ന് വന്ന ഒരു കച്ചവടക്കാരൻ. അയാൾ ചോദിക്കാണ്, ആരാ കഅബ്? ആരാണ് കഅബ്? കഅബിനെ എനിക്കാരാ കാണിച്ചു തരിക? ഇയാൾ ഇങ്ങനെ ചോദിച്ചു നടക്കുകയാണ്. കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പൊ ആളുകളൊക്കെ എന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ആ പോണ ആളാണ് കഅബ്. അതാ എന്തിനായിരുന്നു ഈ ചങ്ങാതിയെ നിയോഗിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ കഅബിനെ കണ്ടപ്പോ ഓടി ഇങ്ങ് വന്നിട്ട് കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഫദഫഅ ഇലയ്യ കിതാബാ, എനിക്കയാൾ ഒരു ലെറ്റർ തന്നു, എനിക്കയാൾ ഒരു കത്ത് തന്നു. സാധാരണക്കാരന്റെ കത്തല്ല, മിൻ മലികി ഗസ്സാൻ, ഗസ്സാൻ രാജാവായ കാഫിറായ ഒരു ഭരണകൂടത്തിന്റെ അധിപനായ ഗസ്സാൻ രാജാവിന്റെ കത്താണ്. കൊട്ടാരത്തിൽ നിന്നുള്ള ക്ഷണമാണ്, രാജാവിന്റെ കത്താണ്. ഏതെങ്കിലും സാധാരണക്കാരന്റെ കത്തല്ല, രാജാവിന്റെ കത്താണ്. ആർക്ക്? കഅബിന്. കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാനന്ന് അറബികളുടെ കൂട്ടത്തിൽ എഴുത്തും വായനയും ഒക്കെ അറിയുന്ന ആളാണ്. ഞാൻ ആ കത്ത് പൊട്ടിച്ചു വായിച്ചു. എന്താ കത്തിലെ വാചകം എന്ന് കേട്ടോളൂ. എന്താ കത്തിലെ വാചകം? ഓ കഅബേ, രാജാവ് എഴുതുകയാണ്, ഓ കഅബേ, ഫഇന്നഹു ഖദ് ബലഗനാ, നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നു, അന്ന സാഹിബക ഖദ് ജഫാക, നിന്റെ നേതാവെന്ന് പറയപ്പെടുന്ന മുഹമ്മദില്ലേ, ആ വ്യക്തിക്ക് ഇപ്പൊ നിന്നെ വേണ്ടല്ലേ, ആ വ്യക്തി നിന്നെ അകറ്റിയിരിക്കുന്നുവല്ലേ, നിങ്ങളിപ്പോ വളരെ പ്രയാസത്തിലാണല്ലേ, ആരും നിങ്ങളോട് മിണ്ടില്ല അല്ലേ, ആർക്കും നിങ്ങൾ വേണ്ട അല്ലേ, ആർക്കും നിങ്ങൾ മൈൻഡില്ല അല്ലേ, ആരും നിങ്ങളെ പരിഗണിക്കുന്നില്ല അല്ലേ, നിങ്ങൾ വല്ലാത്തൊരു നിന്ദ്യതയുടെ അവസ്ഥയിലാണ് മദീനയിൽ എന്ന് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വലം യജഅലിക്കല്ലാഹു ബിദാരി ഹവാനിൻ വലാ മദിയത്തിൻ, നിങ്ങൾ അങ്ങനെ നിന്ദ്യനായി കഴിയേണ്ട ആളൊന്നുമല്ല, നിങ്ങൾ അങ്ങനെ വിലകെട്ടവനായി മദീനയിൽ കഴിയേണ്ട ആളൊന്നുമല്ല. അതുകൊണ്ട് ഫൽഹഖ് ബിനാ, സിറിയയിലേക്ക് വരൂ, ഞങ്ങളുടെ കൂടെ വരൂ, നുവാസിക, അങ്ങേക്ക് വേണ്ട സർവ്വ സൗകര്യങ്ങളും കൊട്ടാരത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നു, സർവാധികാരങ്ങളും താങ്കൾക്കായി കാത്തിരിക്കുകയാണ്, ഉടനെ പുറപ്പെടണം. ഗസ്സാൻ രാജാവിന്റെ കത്താണ്, രാജകൽപ്പനയാണ്, രാജാവിന്റെ കത്താണ്, ക്ഷണമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? നമ്മളാർക്കും വേണ്ട, ഒരു നാട്ടിൽ ആർക്കും നമ്മളെ വേണ്ട, ആ ഘട്ടത്തിലാണ് വിളിക്കുന്നതെന്ന് ഓർക്കണം. പാഞ്ഞു പോകില്ലേ നമ്മള്? പാഞ്ഞു പോകില്ലേ നമ്മൾ ആ വാശി തീർക്കാൻ, ആ ദേഷ്യം തീർക്കാൻ? ആഹാ, ഞങ്ങളെ എന്നാർക്കും വേണ്ട അല്ലേ, എങ്കിൽ കാണിച്ചു തരാം എന്ന മട്ടിൽ മറുപക്ഷത്തിന്റെ ഗ്രൂപ്പിൽ പോയി പ്രവർത്തിക്കില്ലേ? മറുപക്ഷത്തെ ആളുകൾക്ക് വേണ്ടി പണിയെടുക്കാൻ പോകില്ലേ? ഇതുവരെ പ്രവർത്തിച്ചിരുന്ന ആദർശത്തെ ചെളിവാരി എറിയാനും അതിനെ തകർക്കാനും വേണ്ട കുതന്ത്രങ്ങളുടെ പിന്നാലെ പോകലൊരു പതിവില്ലേ ചില ആളുകൾക്കൊക്കെ? ആരോടെങ്കിലും ഒരു വിരോധം വന്നു കഴിഞ്ഞാൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന ആ ഒരു ഇസ്ലാമിക പ്രസ്ഥാനം, ആ ഇസ്ലാമികമായ ആദർശം പിന്നെ അവന് കൈപ്പായി മാറുകയാണ്. ആദർശത്തിന് തകരാറുണ്ടായിട്ടല്ല, വ്യക്തി വൈരാഗ്യം വന്നപ്പോ, ദേഷ്യം പിടിച്ചപ്പോ ഇതുവരെ അവൻ പറഞ്ഞിരുന്നതൊക്കെ നുണയായിട്ട് അവൻ പറയുന്നു. അങ്ങനെ കളം മാറി ചവിട്ടുന്ന ആളുകളില്ലേ? ആ ഒരു കുതന്ത്രമാണ് രാജാവ് പ്രകടിപ്പിക്കുന്നത്. ഗസ്സാൻ രാജാവിന്റെ കത്ത് കിട്ടിയപ്പോ കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖുൽതു ഹീന ഖറഅതുഹാ,
ഞാൻ ആ കത്തങ്ങ് വായിച്ചപ്പോ ഞാൻ എന്റെ മനസ്സിൽ പറഞ്ഞു, വഹാദിഹി ഐളൻ മിനൽ ബലാ, ഇതും വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ. പരീക്ഷണത്തിന് മീത പരീക്ഷണമാണ്, ഇതും വല്ലാത്തൊരു പരീക്ഷണമാണല്ലോ റബ്ബേ, ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യും എന്നെന്റെ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചു. കുറെ ആലോചിച്ചായിലേക്ക് ഞാനങ്ങ് വീണുപോയാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കുറച്ചു നേരം കൂടി ഈ കത്തിങ്ങനെ കയ്യിലിരുന്നിട്ട്, രാജാവിന്റെ കത്തല്ലേ എന്നൊക്കെ ആലോചന ഇങ്ങനെ സമയം കൂടുന്തോറും എനിക്ക് മനസ്സ് മാറുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഞാൻ ഉടനെ എന്ത് ചെയ്തു വന്നോ, ആ കത്തും കൊണ്ട് ഞാൻ ഓടിപ്പോയി, വീട്ടിലേക്ക് ഓടിച്ചെന്നു. എന്റെ ഭാര്യയുണ്ട്, ഭക്ഷണം പാകം ചെയ്യുന്നു. ആ അടുപ്പത്തേക്ക് ഓടിച്ചെന്നിട്ട് ഫസജർതുഹാ, ഗസ്സാൻ രാജാവിന്റെ കത്ത് വലിച്ചേറി കീറി അങ്ങട്ട് ആ അടുപ്പിലേക്ക് ഒരേറ് കൊടുത്തു ഞാൻ കത്തിച്ചു കളഞ്ഞു. ആ കത്തിനൊരു വില ഞാൻ കൽപ്പിച്ചില്ല, കീറി ഞാൻ അടുപ്പിലേക്ക് ഇട്ടു. അപ്പോഴേക്ക് 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. 40 ദിവസം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, പറയാൻ എത്ര എളുപ്പമാണ്. ഞാനോ നിങ്ങളോ 1 ദിവസം അനുഭവിക്കുമോ, 2 ദിവസം അനുഭവിക്കാനാകുമോ? ആകെ പിന്നെ ആരാ ഒരു തണിയുള്ളത്, ആരാ പിന്നെ ഒരു തുണയുള്ളത്? കഅബ് റളിയല്ലാഹു അൻഹുവിന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. വീട്ടിൽ ചെന്നാൽ ഭാര്യയോട് സലാം പറയുന്നു. ഭാര്യ മാത്രമാണ് ദുനിയാവിൽ കഅബിനോട് മിണ്ടുന്ന ഏക മറ്റൊരു വ്യക്തി. ആ സമയത്ത് 40 ദിവസം കഴിഞ്ഞപ്പോ കഅബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, 40ാമത്തെ ദിവസമുണ്ട് അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ദൂതനെ വീട്ടിലേക്ക് അയക്കുന്നു. എന്തിനാ വീട്ടിലേക്ക് അയക്കുന്നത്? അയാൾ വന്നിട്ട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് കഅബേ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അൻ തഅ്തസില ഇംറഅതക, ഭാര്യയെയും വിട്ടു നിൽക്കണം, ഭാര്യയെയും വിട്ടു നിൽക്കണം. ആകെയുള്ള ഒരാളെ വർത്താനം പറയാൻ, ആകെ മദീനയിൽ മിണ്ടുന്ന ഏക വ്യക്തി വീട്ടിൽ വന്നാൽ ഒരിത്തിരി ഒരു ആശ്വാസം തോന്നുന്ന ഏകമായ ഒരു സ്വഭാവമാണ് വീട്ടിലുള്ളത്. അതും പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു, അതും പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈമാൻ നോക്കണം. വന്ന ദൂതനോട് ചോദിക്കുന്നു, തല്ലിഖുഹാ, ഞാൻ അവളെ ത്വലാഖ് ചൊല്ലണമെന്നാണോ? ഞാൻ ത്വലാഖ് ചൊല്ലണോ? അതല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എന്തിനും തയ്യാറാണ്. എന്റെ നേതാവ് എന്ത് പറഞ്ഞാലും ഞാനത് വിശ്വസിക്കാൻ തയ്യാറാണ്. ഉടനെ ദൂതൻ പറയുന്നു, അതൊന്നും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ എന്നോട് പറഞ്ഞതാ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇഅ്തസിൽഹാ, നിങ്ങൾ അവളെ വിട്ടു നിൽക്കണം. ഫലാ തഖറബന്നഹാ, അവളോട് നിങ്ങൾ അടുത്തു പോകരുത്. ത്വലാഖൊന്നും ചൊല്ലണ്ട, പക്ഷെ അവരോട് നിങ്ങൾ മിണ്ടാൻ പാടില്ല, അവരെ മാറ്റി നിർത്തണം. അവരുമായിട്ട് ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ അടുക്കാനേ പാടില്ല. മറ്റു 2 ആളുകൾക്കിടയിലും ഈ നിയമം എത്തിയിരിക്കുന്നു. ഹിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കും ദൂതൻ പോയിട്ടുണ്ട്, മുറാറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കും ദൂതൻ പോയിട്ടുണ്ട്. അവരോടും കൽപ്പന ഇത് തന്നെയാണ്. 40ാമത്തെ ദിവസം എന്താ കൽപ്പന? ഭാര്യമാരെ പിരിഞ്ഞു നിൽക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ കൽപ്പന കേട്ടപ്പോ ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇൽഹഖീ ബി അഹ്ലികി ഫകൂനി ഇൻദഹും ഹത്താ യഖ്ലി അല്ലാഹു ഫീ ഹാദൽ അംർ, ഇക്കാര്യത്തിൽ അല്ലാഹുവിന്റെ ഒരു തീരുമാനം വരുന്നത് വരെ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, നീ അവിടെ താമസിച്ചോ, തീരുമാനം ഞാൻ പിന്നീട് അറിയിക്കാം. അല്ലാഹ് എന്താ തീരുമാനിക്കുക അതുപോലെ ഇപ്പോ തൽക്കാലം വീട്ടിലേക്ക് പോയി. ഒറ്റപ്പെടുകയാണ്. ആ അവസരത്തിൽ ഹിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നു. നബിയെ, ഇങ്ങനെ പറഞ്ഞാൽ കുറച്ച് വിഷമമുണ്ട്, അദ്ദേഹം വളരെ പ്രയാസമുള്ള മനുഷ്യനാണ്, എനിക്ക് ഖിദ്മത്ത് കൊടുത്തുകൂടെ? ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ അനുവാദം തരണം, അതുപോലെ തന്നെ കുളിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു കൊടുക്കാൻ അനുവാദം തരണം. അദ്ദേഹത്തിന് വീട്ടിലാണെങ്കിൽ വേറെ ആരും പരിചരണത്തിനില്ല, അതിനുള്ള ഒരു അനുവാദം എനിക്ക് തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ച് അത് അവർ നേടിയെടുക്കുന്നു. നബി തങ്ങൾ അനുവാദം കൊടുക്കുന്നു. അപ്പോഴും അവരോടും പറഞ്ഞു, പക്ഷേ അവർ നിന്നെ സമീപിക്കരുത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ, ഭാര്യ എന്ന നിലക്ക് നിങ്ങൾ ജീവിക്കരുത്. ഉടനെ അവര് പറഞ്ഞു, അവരിപ്പോ ആ ചിന്തയൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് നബിയെ, കരഞ്ഞിരിപ്പ് തന്നെയാണ്, ദുനിയാവിൽ വല്ലാത്തൊരവസ്ഥയിലാണ്. അവരങ്ങനത്തെ ഒരു ചിന്തയുള്ളൊരു ഘട്ടത്തിലല്ല ഇപ്പോ, അതുകൊണ്ട് എനിക്ക് പരിചരിക്കാനുള്ള അനുവാദം തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് അനുവാദം കൊടുത്തു. അപ്പൊ ആളുകള് എന്റെ മനസ്സിൽ എന്റെ ചില കുടുംബങ്ങൾ വന്നിട്ട് അവരെന്നോട് ഈ മിണ്ടരുത് എന്നതൊക്കെ മാറ്റി വെച്ചിട്ട് അവര് എന്നോട് വന്നിട്ട് പറഞ്ഞു, എന്ത്, ചില കുടുംബങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കും അതുപോലെ ചെയ്തൂടെ, നബിതങ്ങളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞൂടെ, എന്നാൽ നിങ്ങളുടെ ഭാര്യയും പോയി സംസാരിച്ചാൽ എന്തെങ്കിലും ഇളവ് കിട്ടിയെങ്കിലോ? അദ്ദേഹം പറഞ്ഞു, പറ്റില്ല, ഞാൻ അനുഭവിക്കേണ്ടത് മുഴുവൻ ഞാൻ അനുഭവിക്കണം. അവസാനം അപ്പോഴേക്ക്
50 രാത്രികൾ പിന്നിട്ടിരിക്കുന്നു. 50 ദിവസം പിന്നിട്ടു. ആ 50 ദിവസം പിന്നിട്ടിരിക്കുന്നു. മദീനയിൽ ഇവരോട് ആരും മിണ്ടാതായിട്ട് 50ാമത്തെ ദിവസമാണ്. അങ്ങനെ അവസാനം പിന്നെ ഞാനിതാ 50ാമത്തെ ദിവസം ഇങ്ങനെ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ സുബഹി നിസ്കരിച്ചിട്ട് വീട്ടിലിരിക്കുകയാണ്. പള്ളിയിൽ പോക്ക് നിർത്തി. പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നുണ്ട്, ആ നിലക്ക് ഒരാളും മിണ്ടാതെ മാനസികമായ ഒരവസ്ഥ വരുന്ന നേരത്തെ ഒരാൾക്ക് ജമാഅത്ത് ഒഴിവാക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് ഞാനപ്പോ വീട്ടിൽ നിന്ന് സുബഹി നമസ്കരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, ആ സുബഹി നിസ്കരിച്ച് ഞാനിങ്ങനെ ദിക്റുകളിലും തസ്ബീഹുകളിലുമായി കൊണ്ടിരിക്കുമ്പോ എന്റെ മനസ്സ് വല്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതാ ദൂരെ നിന്ന് മദീനയുടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു ഉച്ചത്തിൽ ഒരാൾ വിളിച്ചു പറയുന്നു, യാ കഅബ ബിൻ മാലിക് അബ്ശിർ, കഅബേ സന്തോഷിച്ചുകൊള്ളൂ, അല്ലാഹുവിന്റെ തീരുമാനം ഇറങ്ങിയിരിക്കുന്നു. ഫഖറർതു സാജിദാ, ഞാൻ സുജൂദിൽ വീണു. അതാ എന്നെ ഞങ്ങളെ സംബന്ധിച്ചായത്തിറങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. എന്നും പറഞ്ഞുകൊണ്ടുള്ള അല്ലാഹു റബ്ബുൽ ആലമീൻ അതാ സൂറത്തു തൗബയിലൂടെ ആയത്ത് അവതരിപ്പിക്കുകയാണ്. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ മാതൃകയാക്കാൻ പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, ഓ വിശ്വാസികളെ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണേ. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ മാത്രമാകണേ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഓടിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് മദീനത്തെ പള്ളിയിലിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോഴേക്ക് തന്നെ ഓരോരുത്തരും സഹാബിമാര് ഓടി വരാൻ തുടങ്ങി, കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം പങ്കുവെക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു, സലാം ചൊല്ലി, കൈ കൊടുത്തു. അവിടുത്തെ മുഖം ഇങ്ങനെ പൂർണ്ണ ചന്ദ്രനെ പോലെ എന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചിരിച്ചു പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് എന്നോടൊരു വാക്ക് പറഞ്ഞു. കഅബ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ എന്നോടൊരു വാക്ക് പറഞ്ഞു, അബ്ശിർ യാ കഅബ്, ഓ കഅബേ സന്തോഷിച്ചുകൊള്ളൂ, ഇന്നത്തെ ദിവസത്തെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഖൈറായ ഒരു ദിവസം ഇനി വരാനില്ല കഅബേ. നിങ്ങൾ വിജയിച്ചു പോയി, നിങ്ങൾക്ക് വല്ലാത്ത വിജയമാണ് കിട്ടിയിരിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങളതാ ഈ ആയത്തോതിക്കൊണ്ട് പുണ്യം നേടുകയാണ്. വഅലസ്സലാസ, മൂന്നാളുകളുടെ കാര്യത്തിൽ അല്ലാഹ് അവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. അവരുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് കഅബ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പങ്കുവെക്കുന്നു. ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതത്തിൽ എനിക്ക് സത്യം പറഞ്ഞതുകൊണ്ട് കിട്ടിയ ഈ ഒരു സന്തോഷത്തിന് ഇനിയും ഞാൻ നന്ദി കാണിക്കും. ആ ജീവനാന്തം ഞാൻ ഇനി കളവ് പറയില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ ഇനിയും കളവ് പറയില്ല. അദ്ദേഹം പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ എനിക്ക് കളവ് പറയേണ്ട ഒരവസ്ഥയോളം എന്റെ ജീവിതത്തിൽ പിന്നെയും ഉണ്ടായി. അപ്പോഴൊക്കെ ഞാൻ പിടിച്ചു നിന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാനത് കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് കഅബ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. ഹിലാൽ റളിയല്ലാഹു അൻഹു, ഉമയ്യത്ത്, അതുപോലെ തന്നെ മുറാറത്ത് റളിയല്ലാഹു അൻഹു, നിങ്ങൾ നോക്കൂ എന്തൊക്കെയാ ഇവിടെ പറഞ്ഞു പോയത്, എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കൂ. നമ്മളാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? സത്യം പറഞ്ഞാൽ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നാണ് പറയുന്നത്. 19ഓളം ദിവസം ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഈ മഹാന്മാർ അനുഭവിച്ചു. എന്നിട്ടും അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത്, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം, നിങ്ങൾ അവരുടെ കൂടെയാകണം, നിങ്ങളെപ്പോഴും സത്യം പറയുന്നവരുടെ കൂടെയായിരിക്കണം എന്നാണ്. അതുകൊണ്ട് ജീവിതത്തിന്റെ ഒരുപാട് ഘട്ടങ്ങളിൽ കളവ് പറയാൻ നമ്മുടെ മനസ്സ് പ്രേരിപ്പിക്കുമ്പോ അരുത്, സത്യമേ ഞാൻ പറയൂ. സത്യം പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് പ്രയാസങ്ങൾ എന്തുമുണ്ടാകട്ടെ, അത് ദീന് പറയുന്നിടത്താണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും ഏത് രംഗത്താണെങ്കിലും ഞാൻ നുണ പറയില്ല എന്ന ഒരു തീരുമാനത്തിൽ, സത്യസന്ധമായ ഒരു ജീവിതത്തിലായിരിക്കും എനിക്കുള്ള ശ്രദ്ധ എന്നൊരു തീരുമാനത്തിൽ നമുക്കൊക്കെ ഒരു തീരുമാനമുണ്ടാകണം. ആ നിലക്ക് ജീവിച്ചാലേ സത്യസന്ധരുടെ കൂടെ സ്വർഗത്തിലെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട്
ഏറെ നമ്മൾ ഗൗരവത്തോടുകൂടി നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലുള്ള ഈ സത്യസന്ധത എന്ന സ്വഭാവത്തെ നാം കാത്തു സൂക്ഷിക്കുക. നുണ പറഞ്ഞിട്ട് നേടുന്ന നേട്ടങ്ങൾ താൽക്കാലികമാണ്. താൽക്കാലികമായിട്ട് നബിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കുറിച്ചൊക്കെ ഖുർആൻ ആയത്തിറങ്ങിയിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്ത് വായിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ വെച്ച് തൽക്കാലം നുണ പറഞ്ഞു പോയ കക്ഷികളൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകളും ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾ ഓതുന്നുണ്ട്. അവരൊക്കെ നരകത്തിന്റെ ആളുകളാണ് നബിയെ എന്നും പറഞ്ഞുകൊണ്ടുള്ള ആയത്ത് അവരെ കുറിച്ച് ഓരുന്നുണ്ട്. സത്യത്തിന്റെ പേരിൽ പീഡനം അനുഭവിച്ച സത്യസന്ധരായ ഈ മഹാന്മാരെ പറ്റി അല്ലാഹ് സാദിഖീങ്ങളാണ്, നിങ്ങൾ അവരുടെ കൂടെ നിൽക്കണം എന്ന് പുകഴ്ത്തി പറയുന്നുമുണ്ട്. അപ്പൊ നുണക്ക് താൽക്കാലികമായ ചില സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടാകൂ. അന്തിമ വിജയം സത്യത്തിനായിരിക്കും. അന്തിമമായ വിജയം സത്യത്തിനായിരിക്കും. ആ ഒരവസ്ഥക്ക് വേണ്ടി നമ്മൾ എപ്പോഴും പരിശ്രമിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം എന്ന് എന്നോടും നിങ്ങളിൽ ഓരോരുത്തരോടും വസിയത്ത് നൽകുകയാണ്. സർവശക്തനായ നാഥൻ നമ്മുടെ ജീവിതത്തിൽ സത്യസന്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതം സൗഭാഗ്യകരമായി തീർക്കുന്ന, ശുദ്ധീകരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യസന്ധരുടെ കൂടെ നാളെ പരലോകത്ത് സ്വർഗം പങ്കിടാൻ ഭാഗ്യം ലഭിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും ചേർത്ത് തരുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. തമ്മിലെ രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ഞാൻ ഇന്ന് ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു, ഒരു സഹോദരൻ കൊയിലാണ്ടിയിൽ അദ്ദേഹം വെന്റിലേറ്ററിൽ വളരെ അത്യാസന്ന നിലയിലാണ് എന്ന്. 1 മണിക്കൂർ മുമ്പ്, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ മുമ്പ് 1 മണിക്കൂർ മുമ്പ് വിവരം കിട്ടി അദ്ദേഹം മരണപ്പെട്ടു എന്ന്. അർഹമർ റഹീമീനായ നാഥൻ ആ സഹോദരന്റെ പരലോകം സൗഭാഗ്യകരമാക്കി തീർക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെയും നമ്മുടെയും സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. എവിടെ വെച്ച് മരിക്കുക യാണെങ്കിലും ഈമാനോടുകൂടിയുള്ള ഒരന്ത്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിലും നാഥൻ തുണയാകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.